ഷേ സജീവൻ മുമ്പ് സുപ്രഭാതത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി എൽ ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ എങ്ങനെ മാറ്റം വരുത്താം എന്നുള്ളതാണ്. നമ്മൾ നിരവധി സംഭവങ്ങളിൽ കണ്ടു. ഏറ്റവും ഒടുവിൽ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ തന്നെ, രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ കാര്യത്തിൽ തന്നെ പൊടുന്നനെ ഒരു തീരുമാനമെടുക്കുന്നു. അതൊരു ക്യാമ്പയിൻ വിഷയമായി ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സമസ്തയിലെ ഒരു വിഭാഗവുമായി നല്ല സഹകരണത്തിൽ CPM പോകുന്നുമുണ്ട്. ഇപ്പോൾ കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട്, മലപ്പുറത്തെ 2 ലോക്സഭാ സീറ്റുകളിൽ, ഒരു പരിധിവരെ പാലക്കാട്, വയനാട്, ഇവിടെയൊക്കെ തന്നെയും ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ്. മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ വോട്ടുകൾ ഉണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമം എത്ര കണ്ട് വിജയിച്ചിട്ടുണ്ട് ഷേ സജീവൻ? CPM-ന്റെ ശ്രമം ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് ലീഗിനോട് അടുത്തു നിൽക്കുന്ന സമസ്തയുടെ വോട്ടുകൾ നേടാനുള്ള ശ്രമം നമ്മൾ കണ്ടിട്ടുള്ളതാണ് 2021. അത് നല്ലൊരു ശതമാനവും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ പരസ്യമായി തന്നെ അവരുടെ പിന്തുണ, കുറച്ചാളുകളുടെ, മുഴുവൻ ആളുകളുടെ അല്ലെങ്കിൽ പോലും ഒരു വിഭാഗത്തിന്റെ, സമസ്തയിലൊരു വിഭാഗത്തിന്റെ പിന്തുണ നേടിയെടുക്കാൻ അന്ന് കൂടിയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ ഒരു കാരണം. ഇപ്പോഴത്തെ അവസ്ഥയെ നമുക്കറിയാം. സമസ്തയിലെ പല ആളുകളും CPM-ന് അനുകൂലമായിട്ട് നിലപാടെടുത്തുകൊണ്ട് പലപ്പോഴും രംഗത്ത് വന്നില്ല. മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് തന്നെ അതിൽ പങ്കെടുക്കാൻ സമസ്തയുടെ ആളുകൾ ഉണ്ടായിരുന്നു. ലീഗിന്റെ ആളുകളുടെ അടുത്ത പ്രതിഷേധം ഉണ്ടായിട്ട് പോലും അവർ പങ്കെടുത്തുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, ലീഗും സമസ്തയും തമ്മിൽ, ലീഗിന്റെ എല്ലാ ആളുകളും, സമസ്തയുടെ എല്ലാ ആളുകളല്ല, ലീഗും സമസ്തയിൽ ഒരു വിഭാഗവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അത് CIC-യുടെ കാര്യത്തിലാണ്. അതിപ്പോ അവസാന കാലത്ത് സമസ്തയ്ക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കാൻ ലീഗ് തയ്യാറാവേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടുണ്ടാവുന്നത് പട്ടിക്കാട് ഇപ്പോൾ വലിയ വിവാദമായിട്ട് പ്രശ്നമായിട്ട് പട്ടിക്കാട് സമ്മേളനത്തിൽ, ജാമിയ സമ്മേളനത്തില്, അതിൽ CPM അനുകൂലമായിട്ട് ഇതുവരെ നിലനിന്നിട്ടുള്ള പല ആളുകളെയും അതിൽ ക്ഷണിക്കുക, ലീഗ് വിരോധികളാണ് എന്നതിന്റെ പേരിൽ ക്ഷണിക്കാത്തതിന്റെ പേരിൽ വലിയ പ്രത്യാരോപണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോ ജിഫ്രി തങ്ങൾ പങ്കെടുത്ത മുക്കത്തൊരു പരിപാടി, അദ്ദേഹം പ്രസംഗിക്കേണ്ടിയിരുന്ന വേദി പോലും അതുപോലും അനുവദിച്ചു കൊടുത്തില്ല. പള്ളിയോട് ചേർന്ന വേദി അനുവദിച്ചു കൊടുത്തില്ല. അത് ലീഗിലെ തിരുവമ്പാടി മണ്ഡലം വൈസ് പ്രസിഡന്റ് സാരഥിയായിട്ടുള്ള മഹല്ല് കമ്മിറ്റിയാണ്. ഇത്തരം കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു വടംവലിക്കിടയിൽ കുറെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള വിശ്വാസം മുഖ്യമന്ത്രിക്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല, ഈ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ യെച്ചൂരി പെട്ടെന്ന് തന്നെ ഒരു നിലപാട് പ്രഖ്യാപിച്ചു, ഞങ്ങൾ പങ്കെടുക്കില്ല. അതേ സമയത്ത് തന്നെ കോൺഗ്രസിന്റെ ഇപ്പോഴും ജനുവരി 22 ആവട്ടെ എന്ന രീതിയിൽ ഇപ്പോഴും നിൽക്കുകയാണ്. അതിൽ കുറെ പേര് പങ്കെടുക്കണം എന്ന് പറയുന്നുണ്ട്, കുറെ പേർ പങ്കെടുക്കേണ്ട എന്ന് പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ 2 മുഖ്യമന്ത്രിമാർ ഇതിൽ പങ്കെടുക്കണമെന്നുള്ള നിലപാടുകാരാണ്. മുൻ മുഖ്യമന്ത്രിമാർ 2 പേര് പങ്കെടുക്കണമെന്ന നിലപാടുകാരാണ്. ഒരാൾ പോകുമെന്ന് പറയുന്നുണ്ട്. സിദ്ധരാമയ്യ പറഞ്ഞുള്ളത് ഞങ്ങൾക്ക് എന്തായാലും ഇതിനോട് താല്പര്യമാണെന്നാണ്. അപ്പൊ ഇങ്ങനെ ഓരോ തരത്തിലും കോൺഗ്രസിൽ ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ അവിടെയാണ് മുസ്ലിങ്ങൾക്കുള്ള പ്രശ്നം തന്നെ. മുസ്ലിങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ, പള്ളി നിർമ്മിക്കാൻ വേണ്ടി അനുവദിച്ചു കിട്ടിയ സ്ഥലത്ത് കെട്ടിട നിർമ്മാണത്തിന് അനുമതി പോലും കിട്ടിയില്ല. അത് എന്റെ അഭിപ്രായമായിട്ടില്ല ഞാൻ പറയുന്നത്. ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു നിലപാടതാണ്, സമസ്തയിൽ തന്നെ പല ആളുകളുടെ നിലപാടതാണ്. അവരൊരു പരസ്യമായിട്ട് രംഗത്ത് വരുന്നില്ല എങ്കിൽ പോലും ലീഗിന്റെ ഇപ്പോ ഞങ്ങൾ ആരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് പറയുന്ന ലീഗിന്റെ നിലപാടിനോട് അവർ യോജിക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ അതാണ് നോക്കേണ്ടത്. ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ കഴിഞ്ഞ തവണ 2019-ലോ 2014-ലോ ഉള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായ രൂപത്തിലേക്ക് വരാൻ പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 2016-ലും 2021-ലും നമ്മൾ കണ്ടു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ന്യൂനപക്ഷ വോട്ടുകൾ ചേർന്നു. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2014-ലും 2019-ലും വലിയ തോതിൽ UDF-ന് അനുകൂലമായി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2019-ൽ പ്രത്യേകിച്ച് ആകെ കനൽത്തരി ഒന്ന് മാത്രമാണ് LDF-നുള്ളത്. അത് ആലപ്പുഴയിലെ ഒരു ചില്ലറ വോട്ടുകൾക്ക് മാത്രം എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ എന്തുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ആ നിലയിൽ ചിന്തിച്ചു? കോൺഗ്രസിനെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാക്കണം, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം. അതേ നില തന്നെയാണ് ഇപ്പോഴും ഷേ സജീവൻ. അതിനിടയിൽ ചില ഇഷ്യൂസ് ഉണ്ടാകാം, ചിലപ്പോൾ തീരുമാനമെടുക്കുന്നതിൽ വൈകുന്നതുണ്ടാകാം, ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് തങ്ങൾക്ക് സ്വീകാര്യമല്ലായിരിക്കാം. പക്ഷേ ഇന്നലെ YS ശർമിള ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടി ഇപ്പോഴും കോൺഗ്രസ് ആണ്.
അല്ല, കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ ഒരു പ്രശ്നമുള്ളത് 2019 അന്ന് എല്ലാ ആളുകൾക്കും പ്രതീക്ഷയായി. 2014 പരാജയം എന്ന് പറയുന്നത് ഈ രണ്ടാം UPA സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ, അഴിമതി ആരോപണങ്ങളൊക്കെ ആയിരുന്നല്ലോ. 2019 അതല്ല. 2019 പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളൊക്കെ വിചാരിച്ചുള്ള എന്തായാലും അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെന്തായാലും നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലൊരു സഖ്യം തന്നെയുണ്ട്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഞങ്ങളുടെ സംസ്ഥാനത്ത് നിന്നാണ് മത്സരിക്കുന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 19 സീറ്റും അവർക്ക് അനുകൂലമായിട്ട് കിട്ടിയത്. 20 കിട്ടാവുന്ന ഒരു അവസ്ഥ പോലുമായിരുന്നു. പക്ഷെ അതല്ല, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെയല്ല. നരേന്ദ്രമോദി ഇവിടെ നിന്ന് 1-2 സീറ്റ് പിടിച്ചെടുക്കും എന്ന രീതിയിൽ കേരളത്തിൽ ലക്ഷ്യമിട്ടുകൊണ്ടാണ് വരുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിൽ തൊട്ട് ചേർന്നിട്ടുള്ള കന്യാകുമാരിയിൽ മത്സരിച്ചേക്കുന്നവരെ പറയുന്നു. വാർത്ത അങ്ങനെ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി ഇവിടെ ശക്തമായിട്ട് രീതിയിൽ ഇവിടെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണല്ലോ അത് കഴിഞ്ഞ ദിവസം. അപ്പൊ ഇതുകൊണ്ട് ഒരു വലിയ ഭയമുണ്ട്. അങ്ങനെ വരുമ്പോ പഴയ പോലെ ഒറ്റയടിക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്തേക്കാന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ പറ്റിയെന്ന്. ചില മണ്ഡലങ്ങളിൽ അല്ലാത്ത രൂപത്തിൽ പോയേക്കാം. പ്രത്യേകിച്ച് ഈ ലീഗ് വോട്ട് പക്ഷേ കോൺഗ്രസിന് പൂർണ്ണമായിട്ടും കിട്ടും. അതേപോലെ ഈ മറ്റ് സമുദായ വോട്ടുകൾ കിട്ടാനുള്ള സാധ്യത ഞാൻ അത്ര ശക്തമായിട്ട് കാണുന്നില്ല.